മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ സംഘർഷം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എൽഡിഎഫ്, യുഡിഎഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. അവിശ്വാസ ചർച്ചയ്ക്കിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബയുടെ ദേഹത്ത് എൽഡിഎഫ് അംഗങ്ങൾ ചാണകവെള്ളം തളിച്ചെന്ന് യുഡിഎഫ് ആരോപിച്ചു. പി.വി. അൻവർ ബസ്സിൽ ഗുണ്ടകളെ ഇറക്കിയെന്ന് സിപിഎം പ്രവർത്തകർ ആരോപിച്ചു. പി.വി. അൻവറിന്റെ ഇടപെടലിനെ തുടർന്ന് എൽഡിഎഫ് ഭരണസമിതിക്കെതിരെ യുഡിഎഫാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. എൽഡിഎഫ് അംഗം നുസൈബ സുധീർ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുമെന്നാണ് യുഡിഎഫിന്റെ കണക്കുകൂട്ടൽ. വോട്ടിനാണ് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. 62 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് 397. അവിടെ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് 303 വോട്ടാണ്. ഭൂരിപക്ഷത്തിനോടൊപ്പം പോലും വോട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കേരളത്തിലെ പൊതുചിത്രമാണ്. ഈ പിണറായിസത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഓരോ ദിവസവും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ? വോട്ടെടുപ്പിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദിവ്യ, സംഘർഷാവസ്ഥ ഇപ്പോൾ അയഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യുഡിഎഫ്, എൽഡിഎഫ് പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന നിലയുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സംഘർഷം പൂർണ്ണമായി തന്നെ അയഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിശ്വാസ പ്രമേയ ചർച്ച അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുങ്കത്തറ പഞ്ചായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പിലേക്ക് കടക്കും. ചുങ്കത്തറ പഞ്ചായത്തിൽ 10-10 എന്നതാണ് കക്ഷിനില. അതിൽ എൽഡിഎഫിന്റെ ഒരു അംഗം യുഡിഎഫിനെ പിന്തുണയ്ക്കുമെന്നാണ് യുഡിഎഫ് പ്രതീക്ഷിക്കുന്നത്. പി.വി. അൻവറിന്റെ ഇടപെടലിനെ തുടർന്നാണ് അങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം കൺവീനറായ സുധീറിന്റെ ഭാര്യ നുസൈബ സുധീർ യുഡിഎഫിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ 11-9 എന്ന നിലയിൽ യുഡിഎഫ് ഭരണത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനകത്ത് വോട്ടെടുപ്പ് ചർച്ചയ്ക്കിടെ നുസൈബ സുധീറിന് നേരെ എൽഡിഎഫ് അംഗങ്ങൾ ചാണകവെള്ളം തെളിച്ചുവെന്ന ആക്ഷേപം കൂടി യുഡിഎഫ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് പുറത്ത് ഓഫീസിന് പുറത്താണെങ്കിൽ പി.വി. അൻവറിന്റെ ഗുണ്ടകളെ ബസ്സിൽ എത്തിക്കുന്നുവെന്ന് ആരോപിച്ച് സിപിഎം പ്രവർത്തകർ ബസ് തടയുന്ന നിലയുണ്ടായി. ആ തരത്തിൽ സംഘർഷാവസ്ഥയ്ക്കിടയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് ചർച്ച നടക്കുന്നു. അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് നടക്കും. എന്തായാലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. അകത്ത് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുകയാണ്. അധികം വൈകാതെ വോട്ടെടുപ്പിലേക്ക് കടക്കും. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്. മടങ്ങിയ